Given below are two statements. Statement 1. A satellite is moving around the Earth in the orbit very close to Earth's surface. Time period of revolution of satellite depends upon density of Earth. ഒരു സാറ്റലൈറ്റ് ഒരു പ്ലാനറ്റിന് സറൗണ്ടിങ്ങിൽ റിവോൾവ് ചെയ്യാണ് എങ്കിൽ ടൈം പീരിയഡ് ആ പ്ലാനറ്റിൻ്റെ, സാറ്റലൈറ്റിൻ്റെ അല്ല പ്ലാനറ്റിൻ്റെ ഡെൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. നമുക്ക് നോക്കാം. നമുക്ക് അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട്. അപ്പോൾ കറങ്ങാൻ ആവശ്യമായ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഒരു സാറ്റലൈറ്റിന് ഒരു പ്ലാനറ്റിൻ്റെ സറൗണ്ടിങ്ങിൽ റിവോൾവ് ചെയ്യാൻ ആവശ്യമായ സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r. ഈ സ്മോൾ ആർ എന്ന് പറയുന്നത് r+h ആണ്. r+h ഭൂമിയുടെ റേഡിയസ്. അപ്പോൾ ഞാൻ ഇവിടെ എഴുതാം അത് ലാസ്റ്റ്. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് സാറ്റലൈറ്റും പ്ലാനറ്റും തമ്മിലുള്ള മ്യൂച്വൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. gmm/r². ഓക്കുക, സ്മോൾ ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് എർത്ത് ആൻഡ് പ്ലസ് ഭൂമിയുടെ സർഫസിൽ നിന്ന് സാറ്റലൈറ്റിലേക്കുള്ള ഹൈറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കാണുന്ന സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്നത് സാറ്റലൈറ്റിൻ്റെ മാസാണ്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇത് ഓർബിറ്റൽ സ്പീഡ് എന്നെടുത്താൽ ഓർബിറ്റൽ സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടുക? √gm/r. ഇത് ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ മാസ് ഓഫ് പ്ലാനറ്റ് ആണ്. ഓർബിറ്റൽ സ്പീഡ് ഓഫ് സാറ്റലൈറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ മാസ് ഓഫ് മാസ് ഓഫ് പ്ലാനറ്റ് ആണ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് മാസ് ഓഫ് ദി സാറ്റലൈറ്റ്. ഇനി എന്താണ് ടൈം പീരിയഡ്? ഒരു സർക്കിൾ, ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം. നമ്മൾ പറയാനുള്ള ടൈമിന് ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി എന്നാണ്. അപ്പോൾ ടൈം പീരീഡ് ആകുമ്പോൾ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ ഡിസ്റ്റൻസ് 2πr. കറങ്ങുന്ന സ്പീഡിനെ ഓർബിറ്റൽ സ്പീഡ് എന്ന് വിളിക്കും, v0. അപ്പോൾ ഞാൻ ആ എക്സ്പ്രഷൻ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ t = എന്താണ്? 2π√r³ ആരാണ്? gm. ദാറ്റ് ഈസ് സിംപ്ലി അല്ല, ആറിന് പകരം ഞാനത് എക്സാക്ട് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. 2πr+h³ അപ്പോൾ നോക്കിയേ, ടൈം പീരിയഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/√of മാസ് ഓഫ് പ്ലാനറ്റ് എർത്ത്. മാസ് എന്ന് പറയുന്നത് ആരാ? വോളിയം ഇൻറ്റു ഡെൻസിറ്റിയാണ്. ശരിയല്ലേ? മാസ് എന്ന് പറയുന്നത് വോളിയം ഇൻറ്റു ഡെൻസിറ്റിയാണ്. അപ്പോൾ ഷുവർലി ടൈം പീരിയഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഡെൻസിറ്റി. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്. ഇത് ഞാൻ വി ആണ്, വോളിയം ഇൻറ്റു ഡെൻസിറ്റി. അടുത്തത് എന്താണ്? ദി ടൈം പീരിയഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് സാറ്റലൈറ്റ് ഈസ് t = 2π√r/g ഇഫ് സാറ്റലൈറ്റ് ഈസ് വെരി ക്ലോസ് ടു പ്ലാനറ്റ് എർത്ത് എന്നാണ്. നോക്കിയേ, ഇഫ് സാറ്റലൈറ്റ് ഈസ് വെരി ക്ലോസ് ടു പ്ലാനറ്റ് എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എച്ച് എന്തായി? നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ എക്സ്പ്രഷൻ ആരാണ്? t = 2π√ എന്തെന്ന് വരും? r³ എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ എക്സ്പ്രഷൻ പഠിച്ചിരുന്നു. g എന്ന് പറയുന്നത് gm/r². അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ gmന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ? 2π√r³/gr². അപ്പോൾ സാറ്റലൈറ്റ് വെരി ക്ലോസ് ടു പ്ലാനറ്റ് എർത്ത് ആണെങ്കിൽ എന്തായി? ടൈം പീരിയഡിൻ്റെ എക്സ്പ്രഷൻ t = 2π√r/g. ഓക്കെ, അപ്പോൾ അതും കറക്റ്റാണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഏതാ? 2. ഓക്കെ, അപ്പോൾ ഇനി ഈ ടൈം പീരിയഡ് എത്രയുണ്ടാവും? 2π√r/g 84.6 മിനിറ്റ്സ് വരും കേട്ടോ. അപ്രോക്സിമേറ്റ്ലാണ് 84.6
മിനിറ്റ്സ് അല്ലെങ്കിൽ അറൗണ്ട് ഒരു 1.3 to 1.4 അവേഴ്സ്, അറൗണ്ട് 5100 സെക്കൻഡ് ചോദിക്കാറുള്ളതാണ്, ഓർത്ത് വയ്ക്കുക.